അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ മറുപടി കേട്ടു. ആ മറുപടി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു. ഒരിക്കൽ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടിമുട്ടി ആ മകന് ബോധക്ഷയം വന്നു. ഇത് കണ്ടപ്പോൾ അച്ഛൻ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി, എൻ്റെ മകൻ മരിച്ചേ എന്ന്. ഇത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി അവരദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ബോധക്ഷയം വന്നതാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളുമെന്ന്. പക്ഷേ അച്ഛൻ അലറി വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി, എൻ്റെ മകൻ മരിച്ചേ, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ കളവ് പറയുന്നതാണ് എന്ന്. ഡോക്ടർ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി. കുട്ടിയുടെ ഹൃദയമിടിപ്പും ശരീരോഷ്മാവുമൊക്കെ ഇയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാതെ ഇയാൾ ഉറക്കെ വിളിച്ചു കരയുകയാണ്, എൻ്റെ മകൻ മരിച്ചേ, ഡോക്ടർ നുണ പറയുകയാണ് എന്ന്. അവസാനം ഡോക്ടർ ആലോചിച്ചു, ഇനി ഈ മനുഷ്യനെ എങ്ങനെയാണ് ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവസാനം ഡോക്ടർ ഇയാളെയും പിടിച്ച് മോർച്ചറിയിലേക്ക് പോയി. അവിടെ മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയുടെ വിരലിൻ്റെ അറ്റം ഒന്ന് പൊട്ടിച്ച്, ബ്ലേഡ് കൊണ്ട് പൊട്ടിച്ച് ഇയാളോട് ചോദിച്ചു, രക്തം വരുന്നുണ്ടോ എന്ന്. ഈ അച്ഛൻ പറഞ്ഞു, ഇല്ല, രക്തം വരുന്നില്ല. അങ്ങനെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. കുട്ടിയുടെ വിരലൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ചോദിച്ചു, രക്തം വരുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ വരുന്നുണ്ട്. ഡോക്ടർ അച്ഛനോട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായോ എന്ന്. ഇയാൾ ഉറക്കെ കരഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മരിച്ചാലും ചോര വരുമെന്ന് മനസ്സിലായേ എന്ന്. ഇതാണ് അവസ്ഥ. ഇതാണിപ്പോൾ അനിൽ മുഹമ്മദിൻ്റെ അവസ്ഥ. ഇത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. എത്ര തന്നെ വ്യക്തമായ നിലക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് വിഷയം കിട്ടിയാലും അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ ചാടിക്കയറി ഇയാൾ വിമർശിക്കും. കുഴിയിൽ വീണു എന്ന് മനസ്സിലായാൽ ഈ മനുഷ്യൻ അതിൽ നിന്ന് മെല്ലെ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അതിൽ കിടന്ന് തന്നെ ഉരുണ്ട് ആകെ മെഴുകുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് അനിൽ മുഹമ്മദിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ്. പിന്നെ മറുപടി ഇല്ലാതാകുമ്പോൾ മിമിക്രിയായി, പരിഹാസമായി, പറയുന്നവർക്കെതിരിൽ ദേഷ്യപ്പെട്ട് ആ രൂപത്തിലുള്ള ഒരവസ്ഥയുമായി ഇയാൾ രംഗത്ത് വരും. ഇയാളുടെ മിമിക്രിയും ചിരിയും കുലുങ്ങിച്ചിരിക്കലും ഒക്കെ കണ്ടാൽ തന്നെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇയാളുടെ കയ്യിൽ ഇതിനെ വൈജ്ഞാനികമായി നേരിടാനുള്ള മറുപടിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ ട്രിക്കുകളാണിത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ അത് അംഗീകരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ദുരഭിമാനം ഇദ്ദേഹത്തെ സമ്മതിക്കാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പല തവണ എനിക്കത് പരിചയമുള്ളതാണ്, അനുഭവമുള്ളതാണ്. അനിൽ മുഹമ്മദിന് മറുപടി പറയുമ്പോൾ തന്നെ പലരും എന്നോട് പറയാറുണ്ട്, അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സത്യം അദ്ദേഹം അംഗീകരിക്കുകയില്ല എന്ന്. ഇതൊരുപാട് ആളുകൾ മനസ്സിലാക്കി വെച്ചൊരു വിഷയമാണ്. അവസാനം ഈ വിഷയത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ഞാൻ എത്ര തവണയാണ് പറഞ്ഞത്? ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ പറഞ്ഞതല്ലേ, എന്ത്? ഞാൻ സംസാരിക്കുന്ന വിഷയം സംഘടനയിലെ ഗ്രൂപ്പിസമല്ല, അതായത് സമസ്തക്കാർക്കിടയിലുള്ള ഗ്രൂപ്പിസം എൻ്റെ വിഷയമേ അല്ല എന്ന് ഹുസൈൻ സലഫി പറഞ്ഞതാണ്. എന്നിട്ടും ഞാനത് വളരെ വ്യക്തമായ നിലക്ക് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടും സംഘടനാ ഭിന്നിപ്പല്ല ഹുസൈൻ സലഫി പറഞ്ഞതെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടും ഇയാൾ വീണ്ടും അത് തന്നെ പറയാൻ. അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടു നോക്കൂ. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ ഭിന്നിക്കുന്ന സമസ്തയെ നോക്കി, തമ്മിലടിക്കുന്ന സമസ്തയെ നോക്കി കഥാപ്രസംഗം പറയുന്ന ഹുസൈൻ സലഫിയെ കണ്ടപ്പോൾ നിങ്ങൾക്കതെന്താണ് പറയാനുള്ള യോഗ്യത എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. എങ്ങനെയുണ്ട് കഥ? ഇയാൾക്ക് സൂട്ടല്ലേ? എത്ര വ്യക്തമാണ്, കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഇയാൾക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇയാൾക്കിപ്പോഴും ബോധ്യപ്പെട്ടില്ല. ബോധ്യപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബോധ്യപ്പെടില്ല. ഹുസൈൻ സലഫി എന്താ പറഞ്ഞത്? അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരിക്കലും സംഘടനയല്ല, അതല്ലെങ്കിൽ ഗ്രൂപ്പിസമല്ല വിഷയം. സലഫി പറഞ്ഞ ആ ക്ലിപ്പ് ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇയാളുടെ അവസ്ഥ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ അത് സഹായകമാകും. നിങ്ങൾ എത്ര ഗ്രൂപ്പാ? എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സമസ്തയില് ഗ്രൂപ്പിസ്റ്റ് ഉണ്ട് എന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത്? അതല്ല ഞങ്ങൾ പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും. അത് മുജാഹിദീങ്ങളിലും ഉണ്ട്. അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും.
എന്താണ് സലഫി പറഞ്ഞത്? ഞാനത് വായിക്കാം, നോക്കി വായിക്കാം. ഞങ്ങൾ പറയുന്നത് അതല്ല. സലഫി പറഞ്ഞ വാചകമാണ്. മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സംഘടനകളിൽ ഗ്രൂപ്പ് ഉണ്ടാകും, അത് മുജാഹിദുകൾക്കിടയിലുമുണ്ട്. അപ്പോൾ മുജാഹിദുകൾക്കിടയിലും ഗ്രൂപ്പുണ്ട്, സമസ്തക്കാർക്കിടയിലും ഗ്രൂപ്പിസമുണ്ട്. അതല്ല ഞങ്ങളുടെ വിഷയം. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ പറയുന്നത് അതല്ല, ഗ്രൂപ്പിസമല്ല ഞങ്ങളുടെ വിഷയം. മറിച്ച് എന്താ പറയുന്നത്? സമസ്തക്കാരെ, നിങ്ങളുടെ സംഘടന സാധാരണ സംഘടനകൾ പോലെയല്ല. പ്രവാചകൻ്റെ പേരിൽ നിങ്ങൾ പല കളവുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എവിടെ പോയി? അങ്ങനെ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് നിങ്ങളുടെ സംഘടന മറ്റു സംഘടനകൾ പിളർന്നതുപോലെ പിളരാൻ പാടില്ലല്ലോ. കാരണം നബി തങ്ങളുടെ അനുവാദപ്രകാരം ഉണ്ടാക്കിയതല്ലേ എന്ന മുത്ത് നേതാവിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ അപരാധവും കളവും സലഫി ചോദ്യം ചെയ്തു. ഒരാശയപരമായ വിഷയത്തിൻ്റെ അതല്ലെങ്കിൽ അവർ പറഞ്ഞ കളവിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഹുസൈൻ സലഫി ശ്രമിച്ചത്? എന്നിട്ട് ഇയാൾ മിമിക്രി അവതരിപ്പിക്കുക, ഹുസൈൻ സലഫിയുടെ ശൈലിയെ കളിയാക്കുക, എൻ്റെ തട്ടത്തെ കളിയാക്കുക എന്നതല്ലാതെ ഭിന്നിപ്പ് എന്ന് ആവർത്തിച്ച് പറയാന്നല്ലാതെ അത് നമ്മുടെ വിഷയമല്ല എന്ന് എത്ര തവണയായി അനിൽ മുഹമ്മദിനോട് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ കഥ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സൂട്ടാണ്. അതുകൊണ്ട് ഇനി അതിനെ കൂടുതൽ എനിക്ക് പറയാനില്ല. മനസ്സിലായല്ലോ? പിന്നെ ഇയാൾ വിമർശിച്ച വേറൊരു വിഷയം, സെലഫി ക്ലിപ്പിട്ടതിനെ ഇയാൾ വിമർശിച്ചു. ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വിമർശിച്ചു. ഇയാൾ പറഞ്ഞു വയല് പറഞ്ഞാൽ മതി, ക്ലിപ്പിടേണ്ടതില്ല. ഞാൻ ഇയാളോട് ചോദിച്ചു, ഇയാളുടെ തന്നെ ഇഷ്ടം പോലെയുള്ള പ്രഭാഷണങ്ങളിൽ പലരെയും ട്രോളുന്നതും കളിയാക്കുന്നതും കുലുങ്ങിച്ചിരിക്കുന്നതുമായ ക്ലിപ്പുകൾ ഇയാളിട്ട് കളിയാക്കുന്ന രംഗം കാണിച്ച് ഇയാളോട് ചോദിച്ചു, ഇതന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്നോ? എൻ്റെ ചോദ്യം പ്രസക്തല്ലേ? ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ പക്ഷപാതിത്വമില്ലാതെ കേൾക്കൂ, എന്നിട്ട് മനസ്സിലാക്കൂ. അപ്പോൾ അത് അയാൾക്ക് നന്നായിട്ട് കൊണ്ടു. അപ്പോൾ അയാളിപ്പോൾ അവസാനത്തെ പ്രസംഗത്തിൽ പറയാണ്, ക്ലിപ്പിടുന്നതിൽ എനിക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത്. ഒന്ന് കേട്ടു നോക്ക്. അനിൽ മുഹമ്മദ് ക്ലിപ്പിട്ടില്ലേ? അനിൽ മുഹമ്മദ് ക്ലിപ്പിട്ടത് കാണൂ എന്ന് പറഞ്ഞ് എനിക്ക് ക്ലിപ്പിട്ടതിലല്ലല്ലോ പരാതിയില്ലത്രേ. ആദ്യം പറഞ്ഞത് ഡോക്ടർ അനിൽ മുഹമ്മദ് മറന്നുപോയോ? നിങ്ങളെന്താ ആദ്യം പറഞ്ഞത്? വയല് പറഞ്ഞാൽ മതി, എന്തിനാ ക്ലിപ്പിടുന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ക്ലിപ്പിടുന്നതിനെ നിങ്ങൾ വിമർശിച്ചില്ലേ? നിങ്ങളത് മറന്നിട്ടുണ്ടാകും, പക്ഷെ അത് റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നില്ലേ? ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളെന്താണ് പറയുന്നത്? എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ബോധമല്ല. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ക്ലിപ്പ് സഹിതം എന്തോ ക്ലിപ്പ് സഹിതം അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആളുകൾ അത് കാണാൻ ക്ലിപ്പ് സഹിതം. അപ്പോൾ അതുകൊണ്ട് അത്തരം മനോരോഗികളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. വളരെ വ്യക്തമല്ലേ? ക്ലിപ്പിടുന്നതിനല്ലേ ഇയാൾ പരിഹസിച്ചത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചാടിയാലും തൽക്കാലം അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ അടുത്ത ചാട്ടം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ സമസ്ത പോലെ രണ്ടായി മാത്രം പിളർന്ന ഒരു പ്രസ്ഥാനത്തിന് 8ആയി പിളർന്നവർ പരിഹസിക്കുന്നത് കണ്ടപ്പോഴുള്ള സാമാന്യമായ പരിഹാസമാണ്. അതിന് അങ്ങ് പറയുന്നത് പോലെ വൈജ്ഞാനികവും ജ്ഞാനികവും അജ്ഞാനികവുമായ ഒരു സംഗതിയുടെ ആവശ്യമില്ല. വിജ്ഞാനം ആവശ്യമുണ്ട്. വിജ്ഞാനമില്ലാതെ വിമർശിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു വിജ്ഞാനമില്ല. നിങ്ങളെ കളിയാക്കാനോ അപഹസിക്കാനോ പറയുന്നതല്ല. അതൊരു പരമയാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ കയറി പിടിക്കുന്നത്? നിങ്ങളെന്താ പറഞ്ഞത്? സമസ്തക്കാർ 2 വിഭാഗം, മുജാഹിദുകൾ 8 വിഭാഗമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സമസ്ത എത്ര വിഭാഗമാണ് എന്ന് പോലും എൻ്റെ സുഹൃത്തെ നിങ്ങൾക്കറിയൂല. സത്യതാണ്. അതുപോലൊന്ന് പഠിക്കാതെയാണ് നിങ്ങൾ വിമർശിക്കാൻ വരുന്നത്. സമസ്തക്കാർ 2 വിഭാഗമേ ഉള്ളൂ. സമസ്തക്കാർ 2 അല്ല 4 അല്ല 6 അല്ല 8 അല്ല 10 അല്ല. സമസ്ത എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. അതെങ്കിലും ഒന്ന് പഠിക്കുക താങ്കൾ. നൂരിഷാ ത്വരീഖത്ത്, കൊണ്ടോട്ടി ത്വരീഖത്ത്, കോരൂര് ത്വരീഖത്ത്, 4 ചോറ്റൂർ ത്വരീഖത്ത്, 5 ഷംസിയ ത്വരീഖത്ത്, 6 തീജാനി ത്വരീഖത്ത്, 7 വടകര ത്വരീഖത്ത്, 8 തുളിക്കോട് ത്വരീഖത്ത്, 9 ബഗ്ദാദി ത്വരീഖത്ത്, 10 അമദാനി ത്വരീഖത്ത്, 11 മതുമ്മൽ ത്വരീഖത്ത്, 12 അകലാട് ത്വരീഖത്ത്, 13 പുലാമന്തോൾ ത്വരീഖത്ത്, 14 ആലുവ ത്വരീഖത്ത്, 15 വേങ്ങാട് ത്വരീഖത്ത്, 16 കക്കാട് ത്വരീഖത്ത്, 17 ആലന്തറ ത്വരീഖത്ത്, 18 കാളന്തോട് ത്വരീഖത്ത്, 19 പൂക്കടശ്ശേരി ത്വരീഖത്ത്, 20 പടപ്പറമ്പ് ത്വരീഖത്ത്, 21 AP സുന്നി, 22 EK സുന്നി, 23 ദക്ഷിണ കേരള സുന്നി, 24 സംസ്ഥാന സുന്നി. അതിൻ്റെ പുറത്ത് ഇനി വേറെ
വേറെയും കാന്തപുരം വിഭാഗത്തിനിടയിൽ അതേപോലെ തന്നെ EK സമസ്തൻ്റെ ഇടയിലും ഒക്കെ വേറെ കുറേ ഖജറ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം പാടെ ഞാനിപ്പോൾ വായിക്കുന്നില്ല. നിങ്ങളെന്താ പറഞ്ഞത്? 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണ് വിമർശിക്കാൻ അധികാരം അല്ലെങ്കിൽ അവകാശമുള്ളത് എന്ന ധാർമ്മിക അവകാശം എന്താ ഉള്ളത് എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. എന്നെ മാറ്റർ അതല്ല, പക്ഷേ ആ ഒരു വിവരം പോലും താങ്കളുടെ കയ്യിലില്ല. അപ്പോൾ താങ്കൾക്ക് ഇതിനൊന്നും വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് വിജ്ഞാനം വേണം. ഏത് വിഷയം വിമർശിക്കുകയാണെങ്കിലും അതിന് അടിസ്ഥാനപരമായ വിവരം വേണം. അതില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ കയറി വിമർശിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറഞ്ഞു, അതിന് ഞാൻ എതിർക്കില്ല. മനസ്സിലായല്ലോ? ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൈവെക്കാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത വിഷയം പറയട്ടെ. പിന്നെ അതിർവരമ്പുകൾ നിങ്ങൾക്കറിയാവോ? പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്, അഫ്ദലുൽ ജിഹാദി കലിമത്ത് ഹക്കിൻ ഇൻ സുൽത്താനിൻ ജാഇർ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അക്ഷരമൊക്കെ ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയെന്നിരിക്കും, ആശയം മാത്രം എടുത്താൽ മതി. അത് കൊള്ളാം. അക്ഷരങ്ങൾ എങ്ങനെ തെറ്റും ഡോക്ടർ അനിൽ മുഹമ്മദ്? അക്ഷരങ്ങൾ തെറ്റാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ അന്താരാഷ്ട്ര വിഷയം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. അങ്ങനെയുള്ള നിങ്ങൾക്കൊരു ഹദീസിൻ്റെ കഷ്ണം അതൊന്ന് നോക്കി ശരിക്കും പഠിച്ച് പറഞ്ഞൂടെ? ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾക്കും അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് തെറ്റാൻ പാടില്ല. നിങ്ങൾ വലിയ വലിയ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. നിങ്ങൾക്ക് വോയിസ് ഇട്ട് തന്ന് ഉപദേശം തന്നവനോട് നിങ്ങൾ പറയാം ശരിക്ക് വോയിസ് ഇട്, എന്നിട്ട് ആ വോയിസ് നിങ്ങൾ കുറേ ആവർത്തി കേട്ട് ഗൃഹപാഠം ചെയ്ത് പഠിച്ച് തെറ്റാതെ പറയണം. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വോയിസ് ഇട്ട് തന്ന് ഉപദേശം തരുന്നവനോട് ഈ കണ്ടൻറ്റ് തരുന്നവനോട് ഒരു കാര്യവും കൂടെ നിങ്ങൾ പറയണം. എന്താ പറയുക, നിങ്ങൾക്കിതൊന്നും അറിയാത്തതല്ലേ. അപ്പോൾ നിങ്ങൾ പലരും തരുന്ന നോട്ടനുസരിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് പറയണം, ദയവ് വിചാരിച്ച് ഞാനൊരു കുഴിയിൽ തന്നെ ചാടിക്കിടക്കുകയാണ്, ഇനി നിങ്ങൾ നോട്ട് തന്നിട്ട് എന്നെ വേറൊരു കുഴിയിലും കൂടെ കൊണ്ടുപോയി ചാടിക്കരുത് എന്നുകൂടെ നിങ്ങൾ അവരോട് പറയണം. കാരണം ഇത്തരം വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല. പലരുടെയും നോട്ടാണ്. ഞാനും കുറേ കാലം നിങ്ങൾക്ക് നോട്ട് തന്നതല്ലേ. ആ ഒരു പരിചയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ഹദീസിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞതിനെതിരാണോ? അതാണ് നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് പലരും നിങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും മിനിമം ഈ നിലക്കുള്ള പൊട്ടത്തരങ്ങൾ ഇനി ആരിൽ നിന്ന് കേട്ട് പറയരുത്. എന്താ അപ്പം നിങ്ങൾ പറഞ്ഞത്? അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹക്കിൻ ഇൻദ സുൽത്താനിൻ ജായിർ. നിങ്ങൾ പറഞ്ഞ ഇൻ സുൽത്താനിൻ ജായിർ എന്നാണ്. തെറ്റാണത്. അത് ആശയം തന്നെ മാറും. മനസ്സിലായില്ല? ആശയം നോക്കിയാൽ മതി എന്നല്ലേ പറഞ്ഞു. ആശയം തന്നെ മാറും. അങ്ങനെ പറഞ്ഞാൽ ഇൻദ സുൽത്താനിൻ എന്ന് തന്നെ വായിക്കണം. കാരണം ആ ഇൻദക്ക് വലിയ പ്രാധാന്യമുണ്ട്. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞത്? അഫ്ദലുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് എന്ന് പറയുന്നത് കലിമത്തു ഹക്കിൻ, ഹക്ക് പറയലാണ്. എവിടെ? ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ. എന്താന്ന് പറഞ്ഞാൽ അനിൽ മുഹമ്മദ് പഠിച്ചു വെച്ചോ, അടുക്കൽ, ഇന്നല്ല കേട്ടോ. അവിടെ അൻ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നു. എന്താ എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞതിനർത്ഥം? ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിനോട് നന്മ പറഞ്ഞു കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ സത്യം പറയാം, അദ്ദേഹത്തെ ഉപദേശിക്കാം. ആർക്കവിടെ തർക്കമുള്ളത്? അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകക്കാർ മുഖേന കത്തയക്കാം, എന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കാം. അതിന് ആർക്കാ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞതിന് അത് എതിരല്ലല്ലോ. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അത് ഇസ്ലാം അനുവദിച്ച മാർഗമല്ലേ. അതിനെന്താ പ്രശ്നമുള്ളത്? ഇപ്പോൾ ഏതൊരു ഭരണാധികാരിക്കും വിദ്വാനത്തുണ്ടാകും. അതായത് അടുത്ത അദ്ദേഹത്തിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരും കൂടിയാലോചന നടത്തുന്ന ആളുകളൊക്കെ, അവർക്ക് അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ശരി തന്നെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ നിലക്ക് തെറ്റിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്. മറിച്ച് നന്മ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുക്കണം. അത് വലിയൊരു ജിഹാദ് തന്നെയാണ്. ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞതിനെതിരല്ലല്ലോ. എന്നാൽ നേരെ മറിച്ച്, നോട്ട് ദ പോയിന്റ് അനിൽ മുഹമ്മദ്, ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹക്കിൻ അൻ സുൽത്താനിൻ ജായിർ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ? അക്രമിയായ ഭരണാധികാരിയെ കുറിച്ച് പറയൽ. അതാണ് നിങ്ങൾ പറയുന്നത്. റോട്ടിലും അതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബിലൊക്കെ വന്ന് ഭരണാധികാരികളെ എതിർത്ത് അവർ ചെയ്യുന്ന തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. അതിന് ഇതിൽ തെളിവില്ല. ഇവിടെ എന്താന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഞങ്ങളാരും ഭരണാധികാരിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, ഞങ്ങൾക്ക് അതിന് ആക്സസ്സും ഇല്ല. മനസ്സിലായല്ലോ? അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ അത് പറയാം, അത്രേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ പറയുന്നതിന് ഇത് തെളിവല്ല. നടു റോട്ടിൽ പറയാനും യൂട്യൂബിൽ പറയാനും ഒരു രാജ്യത്ത് പബ്ലിക്കായി ഏതെങ്കിലും ഭരണാധികാരികൾക്കെതിരിൽ ശബ്ദിക്കാനും ഇത് തെളിവല്ല. മനസ്സിലായല്ലോ? ഇസ്ലാം അങ്ങനെ അരാജകത്വം ഉണ്ടാക്കാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു കാര്യം കൊണ്ട് വിളിച്ചു പറഞ്ഞ് നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അങ്ങനെ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയാം. അവസരം കിട്ടിയില്ലെങ്കിൽ ഇസ്ലാം പറയുന്നു ഏത് ഭരണാധികാരികളാണോ അവർക്ക് നന്മ വരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായില്ലേ? എത്ര വ്യക്തമാണ്. ഇനി കേട്ടോ, നിങ്ങൾ പഠിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, മൻ അറാദ അയൻസഹ ലിദീ സുൽത്താനിൻ ഫലാ യുബ്ദിഹി അലാനിയതൻ. നിങ്ങളോട് ഹദീസ് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ, എൻ്റെ സംസാരം കേൾക്കുന്നവർ പഠിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതെങ്കിലും ഭരണാധികാരികളെ ഗുണദോഷിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലാ യുബ്ദിഹി അലാനിയതൻ, അത് പ്രത്യക്ഷത്തിൽ ഉറക്കെ പ്രകടമാക്കി പബ്ലിക്കായി ഒരിക്കലും അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിനൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അവിവേകികൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. മനസ്സിലായല്ലോ? ഒരുപാട് ചിന്തിക്കേണ്ട പ്രവാചക വചനമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കലും അതിനെതിരല്ല. ഞാൻ പറഞ്ഞത് എന്താ? കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അധികാരമുണ്ടെങ്കിൽ. അതില്ല. നാവ് കൊണ്ട് പറയാം പറ്റുന്നിടത്ത്, അതേപോലെ പറ്റുന്ന കാര്യങ്ങൾ. അത് പറ്റാത്തടത്ത് അതും പറയേണ്ടതില്ല. ഇനിയോ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ ഹൃദയം കൊണ്ട് വെറുക്കുക. ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്, മനസ്സിൽ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക. അത്രേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഭരണാധികാരിയുടെ അടുത്ത് പോയി പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓതിയ ഹദീസ് പ്രകാരം അത് പറയുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. കാര്യം എത്ര വ്യക്തമാണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്ക് നിങ്ങൾ മറുപടി പറയണം. അതെന്താണെന്നറിയോ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് അത് നിങ്ങൾ പറഞ്ഞ ആശയപ്രകാരമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അനിൽ മുഹമ്മദ്, ലോകത്ത് പല രാജ്യങ്ങളിലും പല തിന്മകൾ നടക്കുന്നില്ലേ? അവിടെയൊക്കെ പണ്ഡിതന്മാരില്ലേ? എന്തുകൊണ്ട് ആ പണ്ഡിതന്മാർ അത് പ്രത്യക്ഷത്തിൽ വിളിച്ചു പറയുന്നില്ല നടു റോട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ? എന്തേ അവർക്ക് ഈ ഹദീസ് മനസ്സിലായില്ലേ? ഇനി അതും വേണ്ട, നിങ്ങളുടെ നാല് പുറ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉപദേശം തരുന്ന കുറേ ജമാഅത്ത് ഇസ്ലാമിക്കാരില്ലേ? ആ ജമാഅത്ത് ഇസ്ലാമിക്കാരോട് നിങ്ങൾ ചോദിക്കണം. അടുത്ത വീഡിയോ ഞാൻ അതാ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടേത്. എന്താ ചോദിക്കേണ്ടതെന്നറിയോ? ഗൾഫിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊന്നും സലഫികൾ മാത്രമല്ലല്ലോ ഉള്ളത്. നാട്ടിൽ നിന്ന് എത്രയോ ജമാഅത്ത് ഇസ്ലാമിക്കാർ, ലക്ഷക്കണക്കിന് ജമാഅത്തുകാർ ഇവിടെ പണം ഇറക്കി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ ജമാഅത്തുകാർ അവരുടെ പത്രമാധ്യമങ്ങളിലൂടെ സൗദി അറേബ്യയെ അപകീർത്തിപ്പെടുത്തുന്ന പല ലേഖനങ്ങളും അവരെഴുതുന്നില്ലേ? ഇവിടെയുള്ള പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന നിലക്കുള്ള ലേഖനങ്ങൾ എഴുതുന്നില്ലേ? കൊട്ടാര പണ്ഡിതന്മാരെന്നും അതേപോലെ തന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാരും ഭരണാധികാരികളും ഷെയ്ഖിടങ്ങളാണ് എന്നുമൊക്കെ എഴുതി അവർ വട്ടുവെച്ചാൽ പിന്നെ അവരുടെ തലക്കകത്തേക്കൊന്നും കയറില്ല എന്നും അതേപോലെ അതുമായി സമാനമായ പലതും അവരെഴുതുന്നില്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ അനിൽ മുഹമ്മദേ, ഇവിടെയല്ലേ ഗൾഫ് എഡിഷനിൽ ഈ മാധ്യമം പ്രബോധനമൊക്കെ ഇവിടുന്ന് ഇറങ്ങുന്നില്ലേ? എന്തേ അത്തരം ലേഖനങ്ങൾ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കാത്തത്? ഇന്നേ വരെ നിങ്ങൾക്ക് ഉപദേശം തരുന്ന അന്തംഗമ്മികളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തേ? സത്യം പറയല്ലേ? ജിഹാദല്ലേ? എന്തേ അവർക്ക് വേണ്ടത്? സലഫികൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തേ അത് വരാത്തത്? മീഡിയ 1 എന്ന ചാനലില്ലേ? ആ ചാനലിൽ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ വന്നാൽ എത്ര ആളുകളത് കാണും, എത്ര പ്രയോജനം ഉണ്ടാവും? എന്തേ ആ ജിഹാദ് ഇവർക്ക് പറ്റൂലേ? നിങ്ങൾ ചോദിക്ക്, അടുത്ത വീഡിയോയിൽ നിങ്ങളത് ചോദിക്ക്. ധൈര്യമുണ്ടോ ഡോക്ടർ അനിൽ മുഹമ്മദിന് ചോദിക്കാൻ? ധൈര്യമുണ്ടോ? എന്തേ നിങ്ങൾ ചോദിക്കാത്തത്? എത്ര വിഷയങ്ങൾ ഇത് സലഫികളോട് മാത്രം പറഞ്ഞതല്ലല്ലോ റസൂലുള്ള. നിങ്ങൾ പറഞ്ഞ അർത്ഥമാണെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകമല്ലേ? എന്താ ചോദിക്കാത്തത്? മാധ്യമങ്ങളില്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇനി മാത്രമല്ല, പതിറ്റാണ്ടുകളായി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എന്ന ജൂത രാജ്യവുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ് തുർക്കി. ഒരു സംശയവും വേണ്ട. ഇസ്രായേലിൻ്റെ എംബസി അവിടെ ഉണ്ട്, കോൺസുലേറ്റ് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ വാണിജ്യ ബന്ധമുണ്ട് അവിടെ. 2010 ഈ ബന്ധമൊന്ന് വഷളായിരുന്നു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ. എന്നാൽ ഉർദുഖാൻ പ്രസിഡൻ്റായതിനു ശേഷം ആ ബന്ധം വീണ്ടും ഊഷ്മളമായി. പലതവണ ഉർദുഖാൻ ഇസ്രായേൽ പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചോദിച്ചോ, ഞാൻ തരാം. ഈ അവസാന ടൈമിലാണ്, ഇപ്പം ഈ പുതിയ യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ചെറിയൊരു വിള്ളലുണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഇത്തരം സംഗതികളൊക്കെ അവിടെ നടന്നിട്ട് ഒരു വിമർശനവും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എവിടെ പോയിരുന്നു? നമ്മളത് ചോദിച്ചതാണല്ലോ. അപ്പോൾ അവരുടേതായ നയതന്ത്ര ബന്ധത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. ഞാനതിനെ വിമർശിക്കല്ല, അത് ഓരോ രാജ്യത്തിനും ഓരോ പോളിസി ഉണ്ടാവും. പക്ഷേ ഈ ഹദീസ് അവർക്ക് ബാധകമല്ലേ? നിങ്ങൾക്ക് ഈ ഓതിത്തരുന്നവർക്ക് ഈ ഹദീസ് ബാധകമല്ലേ? നിങ്ങൾ ഈ ഉപദേശം തരുന്നവരോട് ഇത് ചോദിക്കണം. അടുത്ത വീഡിയോയിൽ നിങ്ങളിത് ജനങ്ങളോട് പറയണം. മാത്രവുമല്ല, നിങ്ങളൊരു രാഷ്ട്രീയ നിരൂപകനാണല്ലോ, നിങ്ങളൊരു നിഷ്പക്ഷം ചമയുന്ന ആളല്ലേ? എങ്കിൽ നിഷ്പക്ഷം എല്ലാ മേഖലയിലും കാണട്ടെ, ബാലൻസിങ് മാറ്റിവെക്കൂ.
ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമീങ്ങളുടെ അവസ്ഥയെ രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനിച്ച് ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് പിറകോട്ട് കൊണ്ടുപോയില്ലേ മുസ്ലിങ്ങളെ? ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ നിങ്ങൾ കാമ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? കാമ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? കലാലയങ്ങൾ കൊലാലയങ്ങളാണ് എന്നാ പറഞ്ഞത്. വോട്ട് ചെയ്യുന്നത് ലാത്ത പോയി മനാത്ത വരലാണ് എന്നാ പറഞ്ഞത്. വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ജീവിക്കലാണ് ത്വാഗൂത്തിന് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് പറഞ്ഞത്. അല്ലേ? ഈ നിലക്കുള്ള ഒരു അപരിഷ്കൃതമായ ചരിത്ര പശ്ചാത്തലം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. സർക്കാർ ഉദ്യോഗത്തിനെതിരിലും വോട്ട് ചെയ്യുന്നതിനെതിരിലും അതേപോലെ കലാലയങ്ങൾക്കെതിരിലുമൊക്കെ സംസാരിച്ച് മുസ്ലിം സമൂഹത്തെ പിറകോട്ടടിച്ച രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ, ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആണത്വവും ധൈര്യവുമുണ്ടോ? ഇത്തരം സംഗതികൾക്കെതിരെ അടുത്ത നിങ്ങളെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഡോക്ടർ അനിൽ മുഹമ്മദിന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കൾ അത് നോട്ട് ചെയ്യണം. ഇനി ഞാൻ ചോദിക്കട്ടെ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പാദസേവ ചെയ്ത് മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അനുസരിക്കാനും ഒരു രാജ്യത്തെ തന്നെ പിറകോട്ട് കൊണ്ടുപോകാനും ഗൂഢമായ ശ്രമം നടത്തിയ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അനുയായികളായ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഖാദിയാനികളുള്ളത് കരുനാഗപ്പള്ളിയാണ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ, നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലിയ നിരൂപകനല്ലേ? ഈ ഒരു തോന്നിവാസത്തിനെതിരെ നിങ്ങൾ ഇന്നേ വരെ കാമാ പറഞ്ഞത് ഞങ്ങളാരും കേട്ടിട്ടില്ല. കഴിയുമോ അനിൽ മുഹമ്മദിന് അടുത്ത വീഡിയോയിലൂടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരെ, അവരുടെ ഈ നിലക്കുള്ള പിറകോട്ടടിച്ച നിലപാടുകൾക്കെതിരെ, ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളെ കുഫ്രിലേക്ക് കൊണ്ടുപോയ ഈ അരുതായ്മയ്ക്കെതിരെ ശബ്ദിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കാണട്ടെ, ആണത്വമുണ്ടെങ്കിൽ അത് കാണട്ടെ. അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ ഒന്ന് കാണട്ടെ, മനസ്സിലായല്ലോ? അതല്ലാതെ എൻ്റെ തട്ടം സലഫിയുടെ കഥാപ്രസംഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി ഇതൊക്കെ കയറി പിടിച്ച് മിമിക്രി അവതരിപ്പിക്കാനല്ലാതെ എന്തിനാണ് നിങ്ങൾക്ക് കഴിയുക? ഞങ്ങളെ തട്ടവും ഞങ്ങളെ ശൈലിയൊക്കെ നിങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ. എന്തടയാളമാണ് നിങ്ങളിൽ ഇസ്ലാമിൻ്റേതുള്ളത്? നിങ്ങൾ കുറച്ച് പരിഹാസവും മിമിക്രിയും കളിയാക്കലും അല്ലാതെ എന്താ നിങ്ങളുടെ അടുത്തുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്താണ് താടി എന്നുള്ളത്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. നിർബന്ധമാണോ അല്ലേ എന്നുള്ള വേറെ ചർച്ച ചെയ്യാം. പ്രബലമായൊരു സുന്നത്തല്ലേ? അതുപോലും നിങ്ങൾ ഉൾക്കൊള്ളാതെ ക്ലീൻ ഷേവ് ചെയ്ത്, കോഴിമുട്ടയേക്കാൾ സുഭദ്രമായ നിങ്ങളുടെ ക്ലീൻ ഷേവ് അല്ലേ, ഒരു താടി രോമം നിങ്ങളുടെ മുഖത്തുണ്ടോ? പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാനാണിതിൻ്റെ എല്ലാം വിമർശിക്കാൻ എനിക്കാണ് അവകാശമുള്ളത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങൾ അവകാശവാദം? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? സമസ്തയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരം പോലും നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യത്തിൽ കയറി നിങ്ങൾ ഞരങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ വശലാകുന്നത്. എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയണം. എൻ്റെ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യങ്ങളിൽ ഇനിയെങ്കിലും കൈവെക്കാതിരിക്കുക. ഇതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. ഇനിയും നിങ്ങളിതിൽ കയറി നിരങ്ങുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.